വീട് നല്ല രസമായിട്ടുണ്ട് ചേട്ടാ. ഇതാ ആണോ? എല്ലാം ഇവിടെ തന്നെ ചെയ്താ. കുഞ്ഞിങ്ങി വാ. നിക്കണം, ഞാൻ സംസാരിക്കാം. എന്താ പേര്? കാർത്തിക് കണ്ണൻ. ഓ സൂപ്പർ. ഇന്ന് സ്കൂളില്ലേ? അല്ലല്ല, അവൻ കള്ളം പറയുവാ. ഞങ്ങൾക്ക് മാത്രമാ സ്കൂൾ ലീവ്. അത് വേറൊന്നുമല്ല, സ്കൂൾ ഫീസ് അടച്ചില്ല. കള്ളം പറഞ്ഞതാ. ഇപ്പോ സ്കൂൾ ഫീസ് അടയ്ക്കാൻ തന്നെ സമ്പാദിക്കേണ്ട അവസ്ഥയാ. അതുകൊണ്ടാ ഞാനും ജോലിക്ക് പോവാന്ന് പറയുന്നത്. എവിടെന്ന്? പക്ഷെ എന്നെ വിടണ്ടേ? നീ ജോലിക്ക് പോയി കഴിഞ്ഞാലോ എല്ലാം ശരിയാവോ? നടക്കേണ്ടത് എങ്ങനെയായാലും നടക്കും. ശരി, അത് വിട്. ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. അതായത് പിന്നെ ഫുട്ബോൾ മാച്ച് കണ്ടില്ലേ? ഇല്ലല്ലോ. എന്തായി? ഓയ്യോ, കിടിലൻ മാച്ചായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ഗോളില്ല, സെക്കൻഡ് ഹാഫിലെ മാച്ച് മാറി. ആണോ? മെസ്സിയുടെ ഗോൾ ഒന്ന് കാണണമായിരുന്നു. അയ്യോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു ഗോളാ. എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കല്ല ശ്രീ. ഞാൻ ഒരിക്കലും മാറില്ല. ഗുഡ് നൈറ്റ്. ഗേറ്റ് പൂട്ടിട്ട് വാ. പറഞ്ഞോ. ഇന്ന് അച്ഛൻ്റെ ഡാൻസ് പ്രോഗ്രാം. 5 മണിക്ക് വന്നേക്ക്, നമുക്ക് പോവാം. ഇന്നാണോ? എന്താ മറന്നോ? ഇല്ലില്ല, വരാം വരാം. കളിക്കല്ലേ. ബായ്. ഓ, ഈ ബില്ലാണോ? എക്സ്ക്യൂസ് മീ. യാ. ഡോക്ടർ എപ്പോഴാണ് വരുന്നത്? സോറി സാർ, ഇന്ന് കുറച്ച് ലേറ്റ് ആവും. മാഡം 5 o'clock എത്തും. എന്തു പറ്റി നിങ്ങൾക്ക്? BP നല്ല കുറവാണല്ലോ. ടാബ്ലറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് മാം. ടാബ്ലറ്റ്സ് എല്ലാം 25% മാത്രമാ. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നേ. ഡിപ്രഷൻ വന്നാ പോലും BP കുറയും. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. ഞാനാ ശരിക്കും ഉറങ്ങാതിരിക്കുന്നേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആരോഗ്യം നോക്കണം. പിള്ളേരൊക്കെ അവരുടെ ലൈഫിൽ ബിസി ആയിരിക്കില്ലേ. BP ഉള്ളത് കൊണ്ട് സ്ട്രോക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. കെയർലെസ് ആയിട്ട് കണക്കാക്കരുത്. ആരോഗ്യമാണ് പ്രധാനം. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. അമ്മയ്ക്ക് എന്താ പറ്റിയേ? എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ തന്നെ നിനക്കൊരു കല്യാണം നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ അതിനെന്താ ചെയ്യാൻ കഴിയുക? ഞാൻ കണ്ടുപിടിച്ചായിരുന്ന പെണ്ണെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ ഓക്കെ പറയുമോ? ഞാനൊന്ന് ഉറങ്ങി എനിക്ക് എല്ലാം ശരിയാവും മോനെ. എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല മോനെ. It was nice. Yeah. How do you feel about it? Quite nervous. Oh, ശ്രീ വന്നില്ലേ ഇതുവരെ? പക്സാവും വന്നോളൂ. You carry on. എന്താ ഇത്, പ്രോഗ്രാമിന് ടൈമായി. നീ വാ, വേഗം വാ. ഓക്കെ ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? Sure, sir. കം ഫാസ്റ്റ്. ഇതാമേ. അമ്മ കിടക്ക്. ഹലോ, നീ എവിടെയാ? ഹേയ്, ഇപ്പോഴാ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നേ. ഹായ്. ഞാൻ വന്നോളാം. ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ ശ്രീ. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഹലോ. വരുവാ, വയ്ക്ക്. ഓക്കെ, നല്ല ഡ്രസ് ഇട്ടിട്ട് വാ. ബൈ. നിനക്ക് ടൈമിന് വന്നൂടെ? അച്ഛൻ ബാക്ക് സ്റ്റേജിലേക്ക് പോയി. ഇറ്റ്സ് ഗോണ സ്റ്റാർട്ട്.
ഉടനെ തന്നെ വേണം. നോട്ട് ഹിയർ ശ്രീ, പ്ലീസ്. നിനക്ക് എത്ര ടൈം വേണം സിന്ധു നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ? 6 മാസം അല്ലെങ്കിൽ 1 വർഷം? എന്റെ അമ്മയ്ക്കൊട്ടും വയ്യ സിന്ധു. എന്തു പറ്റി? എനിക്ക് വേണ്ടി നിന്നെ നീ മാറ്റില്ലേ? അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് പറ. എന്തായാലും നിനക്കെന്താ, നീ അത് വിഷമിക്കുന്നത് പോലെ. ഒരുപക്ഷെ എന്നെ ഐസിയിലാണെന്ന് വിചാരിച്ചോ? അപ്പൊ പോലും നീ എന്നെ കല്യാണം കഴിക്കില്ലേ സിന്ധു? അമ്മ ICUലാണെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് എല്ലാം നന്നായി നോക്കും ഞാൻ. അല്ലാതെ അതിനുവേണ്ടി കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല. I hate you. ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല അല്ലേ ശ്രീ? എന്ത് മനസ്സിലാക്കാനാ? കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഡ്രീം അച്ചീവ് ചെയ്ത വേറെ ആരുമില്ല ഈ ലോകത്തില്. നീ ഇപ്പൊ ഈ ദേഷ്യത്തിൽ പറഞ്ഞ I hate you പോലും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആണ്. കുഞ്ഞുങ്ങൾ വന്ന കുഞ്ഞുങ്ങളെ മാത്രമായിരിക്കും ഞാൻ നോക്കുക. I can't pursue my dream. വലിയൊരു ഡ്രീം. അപ്പൊ എന്നെക്കാളും നിനക്ക് നിന്റെ ഡ്രീമാണോ വലുത്? അപ്പൊ എന്നെക്കാളും നിനക്ക് നിന്റെ അമ്മയല്ലേ വലുത്? എനിക്ക് നീയാണോ അമ്മയാണോ ചോദിച്ചാൽ എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ് വലുത്. അപ്പോൾ എനിക്ക് നീയാണോ അതോ എൻ്റെ ഡ്രീമാണോ വലുതെന്ന് ചോദിച്ചാൽ എൻ്റെ ഡ്രീം തന്നെയാണ് വലുത്. അവസാനമായിട്ട് ചോദിക്കുക, എന്റെ മനസ്സ് നിനക്ക് മാറ്റാൻ പറ്റില്ലേ?